ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് LDFും UDFും. രണ്ടു മുന്നണികളായി നിന്ന് നമ്മളെ പറ്റിക്കുകയാണ്. ഞങ്ങൾക്കെന്തിനാണ് അവരുമായി ഡീൽ? NDAക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് 2020 ചെയർമാൻ സാബു M ജേക്കബ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ NDA LDF ഡീൽ എന്ന ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഭരണാധികാരികളെയല്ല, യുവത്വവും ആശയവുമുള്ള പുതുതലമുറയാണ് കേരളത്തിന് ആവശ്യമെന്നും സാബു M ജേക്കബ് പറഞ്ഞു. കേരളത്തിൽ CPMും കോൺഗ്രസും ഡീൽ നടത്തുകയാണെന്നും നാടിന്റെ പുരോഗതിയല്ല അവർ ലക്ഷ്യം വെക്കുന്നതെന്നും ഏറ്റുമാനൂരിൽ വേണ്ട രീതിയിലുള്ള വികസനം എത്തിക്കുവാൻ നിലവിലെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും സാബു M ജേക്കബ് പറഞ്ഞു. NDA എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളത്തില് LDFും UDFും ഒന്നിച്ചാഗ്രഹിക്കുന്നതാണ് NDA ഈ കേരളത്തിന്റെ മണ്ണിൽ കാല് കുത്തിക്കരുത്. അപ്പോൾ അവര് രണ്ടുപേരും ഒറ്റക്കെട്ടാണത്. ഇനി നമ്മുടെ അതിർത്തി വിടട്ടെ, കേരളത്തിന്റെ അതിർത്തി വിട്ട് കഴിഞ്ഞാൽ LDFും UDFും ഉണ്ടോ? അവർ ഒരു മുന്നണിയല്ലേ. ഇന്ത്യ സഖ്യത്തില്, മഹാസഖ്യത്തില് ഇവരെല്ലാം ഒന്നാണത്. അതേസമയത്ത് BJP അല്ലെങ്കിൽ NDA അങ്ങനെയാണോ? അല്ല. അപ്പോ ആരാണ് ഡീല് നടത്തുക? അവര് ഓൾറെഡി ഒരു സഖ്യത്തിന്റെ ഭാഗമാണത്. കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട്, പറഞ്ഞ് വഞ്ചിക്കാൻ വേണ്ടിയിട്ട് അവര് രണ്ട് മുന്നണികളായിട്ട് നിന്ന് നമ്മളെല്ലാം വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തില് ഇവര് രണ്ടുപേരും ഒരമ്മ പെറ്റ മക്കളാണ്. LDF UDF. ഞങ്ങൾ എന്തിനാ അവരുമായിട്ട് ഡീല് നടത്തുന്നത്? NDAക്ക് അതിന്റെ ആവശ്യമെന്താ? NDA ഇവിടെ മത്സരിക്കുന്നത് കേരളത്തിന്റെ അധികാരം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണത്, അല്ലാതെ ആരുമായിട്ട് ഡീല് നടത്താൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾ ഡീല് നടത്തിയെങ്കിൽ ഇന്ന സ്ഥലത്ത് വെച്ച് BJPയുടെ ഇന്ന നേതാക്കന്മാർ, അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെ ഇന്ന നേതാക്കന്മാർ LDFന്റെ ഇന്ന നേതാവായിട്ട് സംസാരിച്ചു, UDFന്റെ ഇന്ന നേതാക്കളെ സംസാരിച്ചു, തെളിവ് കൊണ്ടുവരട്ടെ. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പരുത്തിയിട്ട് കാര്യമുണ്ടോ? അതവിടെ നോക്കിയാൽ അറിയാലോ. കാരണം അവിടെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി എന്തുകൊണ്ട് ആ നിയോജക മണ്ഡലത്തിൽ ആളില്ലാഞ്ഞിട്ടാണോ? ആരെങ്കിലും അറിയോ ആ സ്ഥാനാർത്ഥിയെ? അത്രയ്ക്ക് അപ്രസക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ചെന്നിത്തല മത്സരിക്കുന്ന സ്ഥലത്തൊക്കെ അതുപോലെയുള്ള ആളുകളെയല്ലേ ഫൈറ്റിന് കൊണ്ടുവരേണ്ടത്? NDA നേതാക്കളായ NK ശശികുമാർ, ബോബൻ ജോർജ്, സ്ഥാനാർത്ഥി ആതിര D നായർ, മീഡിയ കൺവീനർ രാജു എബ്രഹാം എന്നിവർ പങ്കെടുത്തു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.